കർണാടക വനം വകുപ്പിന് വട്ടം കറക്കിയ കാട്ടാനയെ ഇന്നലെ നടന്ന ഓപ്പറേഷനിൽ ഹാസനിൽ വച്ച് പിടികൂടി. അതുമാത്രമല്ല, നാട്ടാനകളെ പിടികൂടുന്ന ഓപ്പറേഷനിൽ ആദ്യമായി പരിശീലനം ലഭിച്ച നായ്ക്കളെ ഉപയോഗിച്ചുവെന്ന പ്രത്യേകതയും ഈ ദൗത്യത്തിനുണ്ട്. ഈ മാസം 12-ാം തീയതിയായിരുന്നു കർണാടകയിലെ ഹാസൻ ജില്ലയിൽ ബേലൂർ താലൂക്കിൽ ഒരു കർഷകനെ കൊലപ്പെടുത്തിയ കാട്ടാനയെ പിടികൂടുവാനുള്ള ഓപ്പറേഷൻ ആരംഭിച്ചത്. 7ഓളം കുങ്കിയാനകളെ ഉൾപ്പെടുത്തി നടത്തിയ ദൗത്യത്തിൽ കാട്ടാനയെ കണ്ടെത്തി മയക്കുവെടി വച്ചെങ്കിലും കാട്ടാന ഉൾക്കാട്ടിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു. ചൊവ്വാഴ്ച രാവിലെ നടത്തിയ ഓപ്പറേഷനിൽ കാട്ടാനയെ പുലർച്ചെയോടെ കണ്ടെത്തി മയക്കുവെടി വെച്ച് വടങ്ങൾ കൊണ്ട് ബന്ധിച്ച് ആനയെ കാട്ടിൽ നിന്നും ലോറിയിലേക്ക് കയറ്റിക്കൊണ്ടുപോകുവാനായി ശ്രമിക്കുമ്പോഴാണ് ആന കുങ്കിയാനകൾക്ക് നേരെ ചീറിയെടുത്തത്. ഇതോടെ ആനയുടെ പരാക്രമത്തിൽ വടങ്ങൾ പൊട്ടുകയും കാട്ടാന ഉൾക്കാട്ടിലേക്ക് രക്ഷപ്പെടുകയും ചെയ്തു. നിരവധി കാട്ടാനകളെ പിടികൂടിയിട്ടുള്ള കർണാടക വനം വകുപ്പിനെ സംബന്ധിച്ച് ഇതൊരു അഭിമാനക്ഷേത്രമായിരുന്നു. ശനിയാഴ്ചയോടെ ദൗത്യം പുനരാരംഭിച്ചപ്പോൾ ദൗത്യത്തിനായി പരിശീലനം ലഭിച്ച നായ്ക്കളെയും ഉൾപ്പെടുത്തിയിരുന്നു. ആന രക്ഷപ്പെട്ട ഭാഗത്തു നിന്നും മണം പിടിച്ച നായ ഉൾക്കാട്ടിലൂടെ ആന നിൽക്കുന്ന ഭാഗത്തേക്ക് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ കൊണ്ടെത്തിച്ചു. തുടർന്ന് മയക്കുവെടി വെച്ച ശേഷം ആനയെ കുങ്കിയാനകളുടെ സഹായത്തോടെ ലോറിയിൽ കയറ്റി ദുബാരെ ആന ക്യാമ്പിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. കുങ്കിയാനകളായ ഹർഷ, ധനഞ്ജയ, അയ്യപ്പ, ശ്രീരാമ എന്നിവർ ദുബാരെ ആന ക്യാമ്പിൽ നിന്നും ഭീമ, ശ്രീകണ്ഠ എന്നീ ആനകൾ മതികൊടു ആനക്യാമ്പിൽ നിന്നും ഈ ഓപ്പറേഷനിൽ പങ്കെടുത്തു. ഇപ്പോൾ ദുബാരെ ആനക്യാമ്പിലുള്ള ഈ കാട്ടാനയെ ഏതാനും ദിവസങ്ങൾ ആനക്കൂട്ടിൽ നിർത്തിയ ശേഷം മാത്രമേ പരിശീലനം നൽകി നാട്ടാനയാക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വനത്തിലേക്ക് തുറന്നുവിടുകയോ ചെയ്യുന്ന കാര്യത്തിൽ തീരുമാനമാവുകയുള്ളൂ.